ഇന്ത്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്താവുന്ന ഒരു പ്രകടനവുമായി പഞ്ചാബിന്റെ സ്വന്തം ഗുരീന്ദർ വീർ സിംഗ്. റാഞ്ചിയിലെ ബിർസ മുണ്ട അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ 10.9 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ഈ 25-കാരൻ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചത്. 10.10 സെക്കൻഡിന് താഴെ സമയം കണ്ടെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടവും ഇതോടെ ഗുരീന്ദർ വീറിന്റെ പേരിലായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി റാഞ്ചി ട്രാക്ക് സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായൊരു പോരാട്ടത്തിനായിരുന്നു. കേവലം 24 മണിക്കൂറിനിടെ 3 തവണയാണ് 100 മീറ്ററിലെ ദേശീയ റെക്കോർഡ് തിരുത്തപ്പെട്ടത്. വെള്ളിയാഴ്ച നടന്ന ആദ്യ സെമി ഫൈനലിൽ 10.17 സെക്കൻഡിൽ ഓടിയെത്തി ഗുരീന്ദർ വീർ തന്റെ പഴയ റെക്കോർഡ് ഭേദിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന രണ്ടാം സെമിയിൽ ഒഡീഷയുടെ അനിമേഷ് കുജൂർ 10.15 സെക്കൻഡിൽ സമയം കുറിച്ച് റെക്കോർഡ് തിരികെ പിടിച്ചു. ആവേശകരമായ ഫൈനലിൽ താൻ നേരിട്ട വെല്ലുവിളികൾക്കെല്ലാം ഉത്തരമെന്നോണം ഗുരീന്ദർ വീർ 10.9 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് സ്വർണവും റെക്കോർഡും സ്വന്തമാക്കി. അനിമേഷ് കുജൂർ വെള്ളി മെഡൽ നേടി. ഗുരീന്ദർ വീർ സിംഗിന്റെ ഈ ആത്മവിശ്വാസം കായിക ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. മത്സരശേഷം തന്റെ ചെസ്റ്റ് നമ്പറിന്റെ പിൻഭാഗത്ത് ദൗത്യം അവസാനിച്ചിട്ടില്ലെന്നും കാത്തിരിക്കൂ, ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന് കുറിച്ചുകൊണ്ടാണ് താൻ നേരിടുന്ന വിമർശനങ്ങൾക്കുള്ള ശക്തമായ മറുപടി താരം നൽകിയത്. സോഷ്യൽ മീഡിയയിലെ പ്രതികൂലമായ അഭിപ്രായങ്ങൾ തന്നെ തളർത്തുന്നില്ലെന്നും മറിച്ച് കൂടുതൽ മെച്ചപ്പെടാൻ സ്വയം ഓർമ്മിപ്പിക്കാനാണ് ഇത്തരമൊരു സന്ദേശം എഴുതിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുപ്പം മുതലേ ഇന്ത്യക്കാർക്ക് 100 മീറ്റർ ഓട്ടത്തിൽ ഭാവിയില്ല എന്ന തരത്തിൽ കേട്ടുവളർന്ന നിഷേധാത്മകമായ വാദങ്ങളെ തിരുത്തി എഴുതുക എന്നതായിരുന്നു തന്റെ കഠിനാധ്വാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്നും ഗുരീന്ദർ വീർ കൂട്ടിച്ചേർത്തു. റിലയൻസ് ഫൗണ്ടേഷന്റെ അത്ലറ്റിക്സ് ഡയറക്ടറും ഗുരീന്ദർ വീറിന്റെ പരിശീലകനുമായ ജെയിംസ് ഹില്ലിയർ താരത്തിന്റെ പ്രകടനത്തെ പൂർണ്ണമായി നടപ്പിലാക്കിയ ഓട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. അനിമേഷ് കുജൂർ റെക്കോർഡ് തിരുത്തിയപ്പോൾ ഗുരീന്ദർ വീറിനെ ശാന്തനാക്കാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കാനും ഹില്ലിയർ നിർദ്ദേശിച്ചിരുന്നു. ഈ മാനസികമായ കരുത്താണ് ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ഗുരീന്ദർ വീറിന്റെ പിതാവും പഞ്ചാബ് പോലീസ് മുൻ കോൺസ്റ്റബിളുമായ കമൽജിത്ത് സിംഗ് തന്റെ മകന്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഫലമാണിതെന്ന് പറഞ്ഞു. കടുത്ത ചൂടിലും തണുപ്പിലും മഴയത്തും മകൻ നടത്തിയ പരിശീലനമാണ് ഈ ചരിത്ര നേട്ടത്തിൽ എത്തിച്ചതെന്ന് അദ്ദേഹം അഭിമാനത്തോടെ ഓർത്തു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഗുരീന്ദർ വീറിനെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു. ഈ പ്രകടനത്തിലൂടെ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലേക്കും ഏഷ്യൻ ഗെയിംസിലേക്കും ഗുരീന്ദർ വീർ യോഗ്യത ഉറപ്പിച്ചു. 10.16 സെക്കൻഡ് ആയിരുന്നു യോഗ്യതാ മാർക്ക്. നിലവിൽ ഈ സീസണിൽ ഒരു ഏഷ്യൻ താരം കണ്ടെത്തുന്ന രണ്ടാമത്തെ ഏറ്റവും മികച്ച സമയമാണിത്. ജപ്പാന്റെ ഫുകുട്ടോ കുമറോ ആണ് ഒന്നാമത്. ഈ വർഷം ജൂലൈ 23-ന് ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നതാണ് ഗുരീന്ദർ വീറിന്റെ ഈ പ്രകടനം. നിലവിലെ ഫോമിൽ വരും മത്സരങ്ങളിൽ ഇതിലും മികച്ച സമയങ്ങൾ കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അത്ലറ്റിക്സ് ലോകം. ഈ ചരിത്ര നേട്ടം ഗുരീന്ദർ വീർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മെഡലല്ല, മറിച്ച് കഠിനമായ പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അടയാളമാണ്. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായി ഈ 25-കാരൻ മാറുമ്പോൾ കായിക ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്ന് പിറക്കാൻ പോകുന്ന കൂടുതൽ അത്ഭുതങ്ങളാണ്. വെറും 10.9 സെക്കൻഡുകൾ കൊണ്ട് ഇന്ത്യയുടെ ഓട്ടം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയ ഗുരീന്ദർ വീർ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ട്രാക്കിലെ ഈ വേഗതയും ആത്മവിശ്വാസവും തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ കീർത്തി വാനോളം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല.